നബിയെ ഇന്ന് രാത്രി നമുക്ക് രണ്ടുപേർക്കും നിസ്കരിക്കാം. അല്ലാഹുവിനെ നമുക്ക് അള്ളാന്റെ മുന്നിൽ സുജൂദിൽ കിടക്കാം. ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് തൗബ ചെയ്യാം. എന്റെ പ്രിയമുള്ളവരെ, വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി പുതുമണവാട്ടിയും മണവാളനും കൂടെ മണിയറയ്ക്കകത്ത് മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കുകയാ. ഫർളല്ല നിസ്കരിച്ചത്, സുന്നത്ത് നമസ്കാരമാണ്. വെളുപ്പാങ്കാലത്ത് സുബഹിയുടെ ബാങ്ക് വിളി കേൾക്കുന്നത് വരെ പുതിയാപ്പളയും പുതിയ പെണ്ണും കൂടെ മണിയറയ്ക്കകത്തിരുന്ന് നമസ്കരിക്കുകയാണ്. രണ്ടുപേരും അതിനകത്തിരുന്ന് നിസ്കരിച്ചു. സുബഹിക്ക് ബാങ്ക് വിളിച്ചു. അലിയാർ തങ്ങൾ പള്ളിയിലേക്ക് സുബഹി നമസ്കരിക്കാൻ പോയി. അങ്ങനെ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം പടച്ചവനെ വൈകുന്നേരമായി. അലിയാർ തങ്ങൾ മണിയറയ്ക്കകത്ത് കടന്നു വന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകൾ അന്നും മുസല്ല വിരിച്ചിട്ട് നിസ്കാരവാ. കല്യാണം കഴിഞ്ഞു. പുതിയാപ്പളയും പുതിയ പെണ്ണും. നമുക്ക് ഓർമ്മ വരുമോ നിസ്കാരത്തിന്റെ കാര്യം? ഫറലൊക്കെ പോകട്ടെ, സുന്നത്തിന്റെ കാര്യം ഇവിടെ ഫറൽ തന്നെ ഓർക്കണില്ല. വിവാഹം കഴിഞ്ഞ് ഒന്നാമത്തെ രാത്രി ഭാര്യയും ഭർത്താവും കൂടെ മണിയറയ്ക്കകത്ത് ചെന്നപ്പോ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തു ഖബറിന്റെ ഏകാന്തതയെ കുറിച്ച് നിസ്കരിക്കാൻ. ഭാര്യയും ഭർത്താവും കൂടെ മുസല്ല വിരിച്ചിട്ട് വെളുപ്പാങ്കാലം വരെ ഇരുന്ന് നിസ്കരിച്ചു. നമ്മളോ പടച്ചവനെ കല്യാണം കഴിഞ്ഞ് പുതിയ പെണ്ണും പുതിയാപ്പളയും കൂടെ മണിയറയ്ക്കകത്ത് കയറി ഇരുന്നിട്ട് ചോദിക്കും, നിനക്ക് വല്ല കാമുകൻ ഉണ്ടായിരുന്നോ? നീ അവന്റെങ്കിലും കൂടെ കറങ്ങാൻ പോയിരുന്നോ? എനിക്ക് 5 എണ്ണം ഉണ്ടായിരുന്നു, 10 എണ്ണം ഉണ്ടായിരുന്നു. ഇതാ ചർച്ച. അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടിയ എല്ലാം കൂടെ എല്ലാവരും കല്യാണത്തിന് കിട്ടിയ സമ്മാന പൊതി പൊട്ടിയിൽ ഇതൊക്കെയാ. എന്നാൽ അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോളും അലിയാര് തങ്ങളും കൂടെ ഭാര്യയും ഭർത്താവും കൂടെ ഒന്നാമത്തെ രാത്രി മുഴുവൻ നിസ്കരിച്ചു. രണ്ടാമത്തെ ദിവസം ഇശാ കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ വന്നു. രണ്ടുപേരും അന്നത്തെ ദിവസവും നിസ്കാരം. എന്റെ പ്രിയപ്പെട്ടവരെ,